ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും കമൻറ്റ് അറിയിക്കണം കേട്ടോ. നമ്മുടെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ പ്രഭാതം ദോശയാണ് എന്നുള്ളതുപോലെ തന്നെ ദോശ. പിന്നെ നമ്മുടെ മിഫ് മദ്രസ വിട്ട് വന്നിരിക്കുന്ന എക്സാമാണ് കേട്ടോ. അപ്പോൾ അവന് മദ്രസയിലുണ്ടായ എക്സാമിനെ കുറിച്ച് ഓരോന്ന് പറയാണ്. അപ്പോൾ അവിടെ കടല ഞാൻ ഉപ്പിട്ട് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ഇതാ ഞാൻ പാർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മസാലക്കടല ഉണ്ടാക്കാനാണ് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പിട്ട് കടലയുടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് കൈപ്പയ്ക്കും പിന്നെ മീൻ വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. മീൻ വണ്ടി വരികയെന്നുണ്ടെങ്കിൽ മീനൊന്ന് വാങ്ങണം. അപ്പം നമ്മൾ ചട്ടി കണ്ടിട്ടൊന്നും നിങ്ങൾ ഒന്നും പറയൊന്നും വേണ്ട കേട്ടോ. ചട്ടിയൊക്കെ നമ്മൾ പുരാതന ചട്ടികളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് എണ്ണ പാർന്ന് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്നും ഇങ്ങോട്ട് വാടി വന്നാൽ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ കടല വെന്തിട്ടുണ്ട് കേട്ടോ. കടല വെന്ത് അത് വെള്ളം വരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ എന്നിപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് വിചാരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, വീഡിയോ ഇടാനൊരു മടിയാണ് കേട്ടോ. അപ്പോൾ അതാ കടല ഞാൻ വെള്ളം വാർന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഇപ്പം നമ്മുടെ മസാല. എന്താ ടേസ്റ്റ്, അടിപൊളി കേട്ടോ. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ. ഇനി ഇങ്ങനെ പാത്രങ്ങൾ പരത്തണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ആ ചട്ടി തന്നെ ഇനി ഉപ്പേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, മസാലക്കടല ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടോ. പിന്നെ ആ ചട്ടി തന്നെ എന്ത് ചെയ്തു, ഉപ്പേരിക്കുള്ള വെല്ലുള്ളിയാണ് കേട്ടോ കൈപ്പക്കേക്ക് ഇടുന്നത്. അങ്ങനെ വെല്ലുള്ളി ഇട്ടെടുത്തു. അങ്ങനെ അതൊന്ന് ഇനി വാടി വരട്ടെ. അത് വാടി വന്നിട്ട് കൈപ്പക്കൊക്കെ അവിടെ നുറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ ഇനി അതിലേക്ക് കൈപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഓരോ കലാപരിപാടികൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനലാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് സ്ലിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല ലോലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് സ്ലിമ്മിലാക്കി കൊടുത്തേക്കണ്. തിരക്കിൽ ചിലപ്പോൾ അതും മറക്കും. അപ്പോൾ അത് ഞാൻ സ്ലിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യുക, അതിലേക്ക് ഇനി കൈപ്പൊക്കെ കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ. കൈപ്പൊക്കെ അത് അതിലേക്ക് വാരിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുള്ളി ഇട്ടിട്ട് കൈപ്പൊക്കെ ഇതാക്കും. അതുപോലെ വെല്ലുക്ക് ഇഷ്ടം വെല്ലുള്ളി ഇട്ടിട്ട് കേട്ടോ. അത് ഞാൻ വെല്ലുള്ളി ഇട്ടെടുത്തിട്ട് കൈപ്പൊക്കെ ഉണ്ടാക്കണത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റാണ് കേട്ടോ നമ്മുടെ സപ്പോർട്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വീഡിയോസ് ഇടാൻ ഒന്നാമത് തന്നെ ഒരു മടി എന്ന് വെച്ചാൽ എന്താണെന്നാവും, നാവൂറട്ടിയതാണ് തോന്നുന്നത്. ഒരു മടി, വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായി പോയിക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ അതങ്ങനെ സ്ലിമ്മിൽ കിടന്ന് അങ്ങനെ വെന്തോട്ടെ. വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. സ്ലിമ്മിൽ കിടന്നിട്ട് അങ്ങനെ ആയിക്കോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോറിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുകയാണ്. അങ്ങനെ ഇനി ചോറ് വെക്കാൻ, അപ്പോൾ ഇനി കടലയും അതുപോലെ ദോശയൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് ചോറ് വെള്ളം വെച്ചിട്ട് വേണം ചായ അടിച്ചാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം, അല്ലെങ്കിൽ പിന്നെ ചോറ് ഊറ്റാനും വേവാനൊക്കെ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇരുന്ന് ചായ അടിക്കാമല്ലോ വെച്ചിട്ട് അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ കലം വെച്ചു. ഇനി കലത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെണ്ണൂറ് തേക്കൂട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കലത്തുമ്പോൾ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് ആടിയത്തെ ആ ഒരു കറുത്ത കരിയില്ലേ, അതൊക്കെ ഫുള്ളായിട്ട് വരും. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വെണ്ണൂറ് തേക്കൂട്ടോ. വെണ്ണൂറ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോറാനും സുഖമാണ്. അതുകൊണ്ട് ലേശം വെണ്ണൂറ് കഴിയുമ്പോൾ തേക്കണുണ്ട് കേട്ടോ. ഉച്ചക്കൽക്കിനുള്ള ഒരുക്കങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം അടിച്ചു വാരാനും തുടക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ വെണ്ണൂറ് ഇതുപോലെ തേച്ചാൽ അത് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അടുപ്പത്ത് എന്ത് സാധനം വെക്കുകയാണെങ്കിലും അങ്ങനെ വെണ്ണൂറ് തേക്കും കേട്ടോ. അപ്പം നമ്മളിവിടെ എണ്ണയിൽ ഞാനിതുപോലെ കടുകും ജീരകവും അതുപോലെ ഉലുവയൊക്കെ ഇട്ടുകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാക്കി അവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി മീൻ വണ്ടി വന്നിട്ട് വേണം
അങ്ങനെ അത് മൂടി വെച്ചു. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അവിടെ പുളിങ്ങൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതാവുമ്പോഴത്തേന് ചായ കുടിക്കട്ടെ. അപ്പോൾ കുട്ടി കഴിച്ചിരുന്നു, ഓനക്ക് കൊടുത്തിരുന്ന പ്ലേറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായിട്ട് ഇനി വേറെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ലേസം കടലയും മസാലക്കടലയും ഇട്ടുങ്ങാണ്ട് ആ പ്ലേറ്റിൽ തന്നെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ സിങ്കക്ക് വന്നപ്പോഴാണ് പ്ലേറ്റ് അത് കണ്ടപ്പോൾ പിന്നെ ബോധം പോയി. അപ്പോൾ ഒന്നിങ്ങനെ നോക്കി നോക്കിയതാട്ടോ ആവുണ്ടോയെന്ന്. പക്ഷെ അത് അങ്ങനെ ആക്കിയിട്ടൊന്നും പാത്രങ്ങൾ ആരും മൂറിനൊന്നുമില്ല. അപ്പോൾ അതവിടെ വെച്ചിങ്ങനെ എന്ത് ചെയ്തു, മീൻ വണ്ടി വന്നിട്ട് അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് എന്തും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ് വീട്ടിലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പാടഞ്ഞ് അപ്പം മോറാലോചിച്ചിട്ട് എന്ത് ചെയ്തു, അതവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റിങ്ങാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിക്കുള്ള ഇതുപോലെ റൈസ് കുക്കറിലാട്ടെ ചോറിടുക. പിന്നെ ബാക്കിയുള്ള ഒരു ചെമ്പട്ടിക്ക്, ചെറിയ ചെമ്പട്ടിക്ക് ഇപ്പോൾ പകല് യൂസ് ചെയ്യാൻ ഒരു ചെറിയ ചെമ്പട്ടിക്ക് ഇടും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ദിവസങ്ങൾ കഴിയണം. പിന്നെ ഇതന്നെ ഇപ്പം എന്നിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവർ രസമില്ലല്ലോ. അപ്പോൾ ഞാൻ അതാണ് ഒന്നാമതൊക്കെ വീഡിയോ ഇടാനൊന്നൊരു ഇൻട്രസ്റ്റ് കിട്ടാത്തത്. പിന്നെ ചെറിയവർക്കാണെങ്കിലും പെൻഷനുണ്ട്. അപ്പോൾ മേത്ത് ഇങ്ങനെ ഒട്ടിങ്ങാണ്ടും കരിങ്ങാണ്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഹാൻഡിൽ ചെയ്യും വേണം. ഉമ്മി ഇളച്ചൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യും വേണം. പിന്നെ ഓനക്കാണെങ്കിലോ സ്നാക്സ് കൊടുത്തയക്കണം. പിന്നെ ഇതിപ്പോൾ ഞാൻ മസാല കടലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായിട്ട് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് സ്കൂൾക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ദിവസങ്ങൾ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാൻ എന്താ പറയുക മടി വീട്ടിൽ ചെയ്യാനായിരിക്കണം. ഞാൻ പാത്രങ്ങളൊക്കെ മുറിക്കലും സ്റ്റാൻഡിക്കൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി മീനുണ്ട്. പിന്നെ ഒരു പോയെന്ന് മീൻ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട് അവിടെ. പിന്നെ അത് നന്നാക്കണം. പിന്നെ കറിക്ക് മീൻ അയിലക്കുട്ടിയാണ്. അപ്പോൾ ആറ്റിക്കാത്രം പിന്നെ പൊരിച്ചാൻ പിന്നെ ഓല് കൊടുന്ന ചക്കപ്പണ്ണത്തിലുള്ള അയിലക്കുട്ടി എടുക്കുന്നത്. പിന്നെ ബാക്കി അയിലക്കുട്ടിയുടെ ഫ്രിഡ്ജിൽ തന്നെ അങ്ങനെ നോക്കാം. പാടെ നന്നാക്കി കുട്ടിയെക്കൊണ്ട് നടക്കില്ല കണ്ടോ. വാവുണ്ടോ കുട്ടിക്ക്? വാവുണ്ടാ? എവിടെ വാവു? ഓൻ്റെ ഇവിടെ ഒരു വാവുണ്ട് കേട്ടോ. അതാണ് കാണിച്ചു തരുന്നത്. എവിടെ നോക്കട്ടെ. ഓന് ഈ മുറ്റത്ത് കൂടി മണ്ടപ്പോൾ വീണു. അപ്പോൾ എനിക്ക് കണ്ടില്ല. കണ്ടോ ഇനി ഓൻ പോയിട്ട് വേണം ഇയാളെ കുളിപ്പിച്ചിട്ട് ഉറക്കാൻ. അപ്പം ഇനി ഉപ്പേരി ആയിട്ടുണ്ട്. ഉപ്പേരി കയ്പൊക്കെ ഉപ്പേരിയാണ്. ഇനി മീൻ പൊരിക്കാനും മീൻ കറിയുടെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മീൻ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടാൻ വേണ്ടി തേങ്ങ അരക്കണം എന്നാണ് കരുതുന്നത്. അപ്പം ഇനി നോക്കട്ടെ അവനെ കൊണ്ട് എന്തൊക്കെ ഉറങ്ങിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ലോഡ് തിരുമ്പാനും ഉണ്ട്. പിന്നെ തിരുമ്പൽ ഇന്നിപ്പോൾ ഉറങ്ങാൻ നടക്കുമെന്നൊക്കെ തോന്നുന്നില്ല. പിന്നെ ഉണ്ടാവുകക്കാരും തിരുമ്പണം ഒപ്പം. അതുപോലെ മീനൊന്നും എങ്ങനെയും നന്നാക്കി കഴിച്ചിട്ട് പിന്നെ ഇതിൽ ഞാൻ തിരുമ്പിയിട്ടില്ല. എന്നാലും തീരെ വയ്യാഞ്ഞിട്ട് അങ്ങനെ തിരുമ്പാനൊന്നും പോയില്ല. അപ്പം ഞാൻ നെത്തി ഒക്കെ പാടുണ്ട്. അപ്പം എന്തായാലും നോക്കട്ടെ ഇവിടേക്ക് എത്ര നേരം ആവണമെന്നും അറിയില്ല. ബസ് വരുന്നത് കാണാമല്ലോ. അപ്പം ഇരുന്ന് ബ്രെഡ് തിന്നാണല്ലേ രണ്ടാളും അല്ലേ? ഇതാട്ടോ ഒരു പിടിച്ച ചക്കപ്പണ്ണനല്ലേ മൊത്തത്. പിന്നെ അയിലക്കുട്ടി കറി വെക്കാനും ഇത് പൊരിക്കണേ. ഇത് ഞാനൊരു ന്യൂട്ടല്ല പോലത്തെ ഒരു ക്രീം ഉണ്ടാക്കിയാട്ടെ ബ്രെഡൊക്കെ തിന്നാൻ. നമ്മൾ അടിപൊളി ക്രീം. അങ്ങനെ ഓൻ്റെ ബസ് വരണമൊന്നും കാണാനില്ല കേട്ടോ. ബസ് വരുന്നത് കാണാനില്ല. അതായപ്പോൾ ഞാൻ തട്ടി മീൻ നന്നാക്കാൻ നിന്നു. അപ്പോൾ 10:30 ചിലപ്പം 10:30 കഴിയും കേട്ടോ. അപ്പോൾ ബസ് വരുന്നില്ല. അപ്പോൾ ബസ് കുറച്ച് കഴിയുമെന്നാണ് പറഞ്ഞത് വരാൻ. അപ്പം ഞാൻ എന്തെങ്കിലും മീൻ നന്നാക്കാൻ നിൽക്കട്ടെ. മീൻ നന്നാക്കൽ കഴിയുമ്പോഴത്തേനും എൻ്റെ ബസ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, എൻ്റെ ബസ്സും വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഓരോ വീഡിയോസ് ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഒരു എന്താ പറയുക വീഡിയോസിനോട് ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊന്നും വരാത്തത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നിങ്ങളെ സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ ബൈ.